ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഷ്കർ വിളിക്കൽ. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ വാട്സപ്പ് ട്രിക്കാണ്. അറിയുന്ന കൂട്ടുകാരായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും, എങ്കിലും അറിയാത്ത കൂട്ടുകാരിലേക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഇത് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന രീതിയൊന്നുമല്ല, മറിച്ച് നമ്മളിൽ പലരും കൂട്ടുകാരും പറയുന്ന മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്സപ്പിൽ നമ്മൾ സെൻഡ് ചെയ്തതോ റിസീവ് ചെയ്തതോ ആയ ഫോട്ടോസുകൾ അല്ലെങ്കിൽ വീഡിയോസുകളൊക്കെ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അത് എങ്ങനെ തിരികെ എടുക്കാം എന്നുള്ളത്. നമ്മളങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും വാട്സപ്പിൻ്റെ പോളിസി പ്രകാരം വാട്സപ്പ് നമ്മുടെ മൊബൈലിൽ, അതായത് ക്യാഷഡ് ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഫയൽ മാനേജറിൽ തന്നെ നമുക്കത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്നാൽ ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ എടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഗാലറിയിൽ കാണാൻ സാധിക്കില്ല എന്ന് മാത്രമാണ്. എന്നാൽ നമ്മൾ റിസീവ് ചെയ്തതും സെൻഡ് ചെയ്തതുമായ ഫയലുകളെല്ലാം തന്നെ അവിടെയായിട്ട് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫയലുകളെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് കൂട്ടുകാർക്ക് അറിയാവുന്നത് തന്നെയാണ്. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ മാനേജിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ഡിഫോൾട്ട് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ശേഷം അതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും താഴേക്ക് വാട്സപ്പ് എന്നുള്ളൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് മീഡിയ എന്നുള്ളൊരു ഭാഗം കാണാം. മീഡിയ എന്നുള്ള ഭാഗത്ത് ഒരുപാട് ഫയലുകൾ നിങ്ങൾക്ക് കാണാം. വാട്സപ്പ് ഇമേജ്, വാട്സപ്പ് ഓഡിയോ, വാട്സപ്പ് വീഡിയോ, അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാട്സപ്പ് ഇമേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾ റിസീവ് ചെയ്തിരിക്കുന്ന ഇമേജുകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എന്നാൽ അല്പം കൂടി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് സെൻഡ് എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. നിങ്ങൾ സെൻഡ് ചെയ്തിരിക്കുന്ന ഇമെയിൽ, മറ്റുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇമേജുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ വർഷം ഏകദേശം 12/17/2016 എടുത്ത ഒരു ചിത്രം സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ ഈ മൊബൈൽ എടുത്ത സമയത്തുള്ള, ഏകദേശം ആ സമയത്താണ് ഞാൻ മൊബൈൽ എടുത്തത്, ആ സമയത്തുള്ള ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഏകദേശം 600-ൽ മേലെ ചിത്രങ്ങൾ അവിടെ കാണാൻ സാധിക്കും. 617ഓളം ചിത്രങ്ങൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി വാട്സപ്പിൻ്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെൻഡ് എന്നുള്ള ബട്ടണിൽ നിങ്ങൾക്ക് കാണാം. അതും ഇതേപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വീഡിയോകളും ഇതുപോലെ നിങ്ങൾക്കിവിടെ സേവ് ആയതായിട്ട് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഫയലുകൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന കൂട്ടുകാർക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ചെറിയൊരു രീതി മാത്രമാണ്. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി മാത്രം, എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.